കുട്ടികളെ ലഹരി പോലുള്ള ഭീകരതകളിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം IM വിജയന്റെ നാമത്തിൽ ഒരുങ്ങുന്നുണ്ടെന്നും 25ഓളം കളിക്കളങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടിസ്ഥാനപരമായി കായിക മേഖലയെ വളർത്തിയെടുക്കാനായി അടുത്ത വർഷം മുതൽ സ്കൂൾ തലത്തിൽ കായിക പാഠപുസ്തകങ്ങൾ വരികയാണ്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്നും മന്ത്രി പറഞ്ഞു. സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് തന്നെ കോമൺവെൽത്ത് താരം ആൻസി സാജൻ, PD അഞ്ചലി തുടങ്ങിയ കായിക താരങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ സംഭാവനയാണ് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പഠനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വിദ്യാലയം ഒട്ടും പിന്നിലല്ല. എല്ലാ അർത്ഥത്തിലും മറ്റ് സർക്കാർ വിദ്യാലയങ്ങളെക്കാൾ ഈ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ജില്ലയിലെ രണ്ടാമത്തെ സിന്തറ്റിക് ട്രാക്കാണ് സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബഡ്ജറ്റിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്. 8 ലൈനുകളുള്ള ഫുൾ PU സിന്തറ്റിക് ട്രാക്കാണ് ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയത്. സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ബർമുഡ ഗ്രാസ് പിടിപ്പിച്ച ടർഫും ലോങ് ജംപ് പിറ്റും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, PTA പ്രസിഡന്റ് UK ഗോപാലൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് MS സ്മിത, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, മലപ്പാട് AEO KV അമ്പിളി, GFHSS പ്രധാനാധ്യാപിക PH ഷെരീഫ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.